ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. ഡ്യൂബ്ലിൻ, റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ തലസ്ഥാനം. ഇതാണ് ലിഫി നദി. ഈ ലിഫി നദിയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് ഡ്യൂബ്ലിൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. മുകൾ ഭാഗം തുറന്ന ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി ഈ സിറ്റി ചുറ്റിക്കാണാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡാനിയൽ ഓക്കോണൽ മോണുമെൻറ്റ്. അയർലൻഡിലെ പ്രശസ്ത ഒരു പൊളിറ്റീഷ്യനും ഡ്യൂബ്ലിൻ്റെ മേയറുമായിരുന്ന ഡാനിയൽ ഓക്കോണൽ എന്ന മഹാന്റെ പേരിലാണ് ഈ റോഡ്. ദ സ്പയർ ഓഫ് ഡ്യൂബ്ലിൻ എന്ന് വിളിക്കുന്ന സ്തൂപം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു മോണുമെൻറ്റ് ആണെന്നാണ് പറയുന്നത്. ഏകദേശം 120 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 3 മീറ്റർ ഡയമീറ്ററിൽ ബേസിൽ നിന്നും തുടങ്ങി ഒരു പോയിന്റിൽ ചേർന്ന് അവസാനിക്കുന്ന ഇതൊരു എഞ്ചിനീയറിംഗ് അതിശയമെന്നാണ് പറയുന്നത്. ഓക്കോണൽ സ്ട്രീറ്റിലെ ജനറൽ പോസ്റ്റ് ഓഫീസ്. ട്രാമുകളും ഡബിൾ ഡെക്കർ ബസ്സുകളുമാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഡ്യൂബ്ലിൻ എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന ഈ നീല ബസ്സുകളാണ് എയർപോർട്ടിലേക്ക് സർവീസ് ചെയ്യുന്നത്. €8 ആണ് സിറ്റിയിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള ചാർജ്. ടാക്സി വിളിക്കുകയാണെങ്കിൽ €45 വരെ കൊടുക്കേണ്ടി വരും. മുഴുവനായും സ്റ്റീലിൽ പണിത സാമുവൽ ബെക്കറ്റ് ബ്രിഡ്ജ്. യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകത ഞാനിവിടെ കണ്ടത്, മിക്കവാറും എല്ലാ ബിൽഡിങ്ങുകളുടെ താഴെയും പബ്ബുകളോ ബാറുകളോ കോഫി ഷോപ്പുകളോ കാണാം. അവയൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ജനശ്രദ്ധ ആകർഷിച്ചതായും കാണാം. മിക്കവാറും എല്ലാ സ്ഥലത്തും നല്ല തിരക്കും കാണാൻ കഴിഞ്ഞു. സെയിൻറ്റ് ആൻഡ്രൂസ് നാഷണൽ സ്കൂൾ, അയർലൻഡ് പണ്ടുകാലം മുതലേ വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും വളരെ പ്രശസ്തമാണല്ലോ. ഗവൺമെൻറ് ഓഫീസസ് കോംപ്ലക്സ്, നാഷണൽ ബാങ്ക് ഓഫ് അയർലൻഡിൻ്റെ ഒരു ശാഖയാണ് ആ ഡെക്കറേറ്റഡ് ബിൽഡിംഗ്. ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലോകത്തിലെ പ്രശസ്തമായ ഡ്യൂബ്ലിനിലെ ട്രിനിറ്റി കോളേജ്. കൊല്ലവർഷം 1592 ക്വീൻ എലിസബത്ത് I ഈ കോളേജ് ഇവിടെ സ്ഥാപിച്ചത്. ട്രിനിറ്റി കോളേജ് ഇന്നും ലോകത്തിലെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നായി നിലനിൽക്കുന്നു. പാർലമെൻറ്റ് ഹൗസ്, ഇതാണ് ഇവിടുത്തെ ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ. ഇതിന് തൊട്ട് രണ്ടാമതായി കാണുന്നതാണ് ഡ്യൂബ്ലിനിയ എന്ന് വിളിക്കുന്ന പുരാതനമായ മ്യൂസിയം.
വളരെ ഭംഗിയായി അലങ്കരിച്ച് വെച്ച ഒരു പബ്. ജോൺസ് ലെയ്ൻ ചർച്ച്. St. Patrick Cathedral. Paid for and personally oversaw a huge restoration. The next stop is Scotland, St. Patrick's Cathedral and Marston. St. Odin's Roman Catholic Church. ലോകപ്രശസ്ത ബിയർ കമ്പനിയായ ഗിന്നസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഡ്യൂബ്ലിനിലാണ്. ഈ ബ്രീവറി കാണാനും ഇതിനകത്തുള്ള സ്റ്റോർ വിസിറ്റ് എന്ന ഷോ കാണാനും ഭയങ്കര തിരക്കാണ്. ഡ്യൂബ്ലിനിലെ ഏറ്റവും തിരക്കുള്ള ടൂറിസ്റ്റ് സ്പോട്ടും ഇതാണ്. ടിക്കറ്റ് എടുത്ത് മാത്രമേ ഇതിനകത്തുള്ള ഷോ കാണാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഡ്യൂബ്ലിനിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകൾ വരുന്നതും പോകുന്നതും ഈ സ്റ്റേഷനിലാണ്. ഇതാണ് ഡ്യൂബ്ലിനിലെ പ്രശസ്തമായ ഫെനിക്സ് പാർക്ക്. ഏകദേശം 1750 ഏക്കറിലാണ് ഈ പാർക്ക് പരന്നു കിടക്കുന്നത്. 11 കിലോമീറ്ററോളമാണ് ഇതിൻ്റെ ചുറ്റളവ്. അയർലൻഡ് പ്രസിഡന്റിൻ്റെ വീടും അമേരിക്കൻ അംബാസഡറിൻ്റെ വീടും ഈ പാർക്കിന് അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിനകത്ത് ഇവിടെ ഒരു കുതിരപ്പന്തയം മത്സരവും നടക്കുന്നത് കണ്ടു. ഇനി നമുക്ക് സിറ്റി സെൻറ്ററിലെ കുറച്ച് കാഴ്ചകൾ കാണാം.